ഹായ്, എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ടൂറൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഒർലാൻഡോയിലാണ് ഇട്ടുള്ളത്. ഒർലാൻഡോന്ന് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് സ്വിമ്മിംഗ് പൂളൊക്കെ കാണാം നമുക്ക് ബാക്കിൽ. അപ്പോൾ ഇന്നലെ മൊത്തം ടയേർഡ് വന്ന് കിടന്ന് അപ്പോൾ തന്നെ ഉറങ്ങി. പിന്നെ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി. ഇനി ഒർലാൻഡോയിൽ എന്തൊക്കെയാണ് കാണേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഇറങ്ങണം. ഇവിടെ ഇപ്പോൾ സമയം 9 മണി. അപ്പോൾ നാട്ടിൽ രാത്രി ആയിരിക്കും ഇപ്പോൾ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ എന്തായാലും സൂപ്പറാണ്, നല്ല തണുപ്പാണ്. ജാക്കറ്റ് ഇട്ടിട്ട് കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി. അപ്പോൾ എന്തായാലും ആ തണുപ്പ് കൂടിയൊക്കെ ആസ്വദിക്കാനല്ലേ നമ്മൾ വന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം. നമ്മളെ നാട്ടിൽ കാണുന്ന ഒട്ടുമിക്ക വണ്ടികളും അതിൻ്റെ പുറത്തുള്ള വണ്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഔട്ടായി പോയ കുറേ നിസാൻ്റെ വണ്ടിയാണിത്. അതേമാതിരിയുള്ള കുറച്ച് വണ്ടികളും ഉണ്ട്. നല്ല അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്. ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, നല്ല ഫാൻസി പ്ലേറ്റ് ആണ് കേട്ടോ. ഇതിൽ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വണ്ടികൾക്ക് മുന്നിൽ നമ്പർ പ്ലേറ്റ് ഉണ്ടാവില്ല, ബാക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഒരുപാട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ വളരെ വിശാലമായൊരു പാർക്കിംഗ് ഏരിയയൊക്കെയുള്ള നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഗ്ലാസും ഇതൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ലൊക്കേഷനിലാട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. ഒർലാൻഡോയിൽ കറക്കം തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇതാ വിപിനുണ്ട്. അപ്പോൾ നമ്മൾ നല്ല തണുപ്പാണ് ഇവിടെ ഇപ്പോൾ. ഇത്ര 6 ആണുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൂരമായിട്ട് കാണാം, ഒരു ഫ്ലൈ വീൽ കാണാം. അതിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളൊന്നും പ്ലാൻ ചെയ്തില്ല കേട്ടോ, ഇന്ന് എങ്ങോട്ട് പോകണമെന്നൊന്നുള്ളത്. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം ആ ഫ്ലൈ വീലിൻ്റെ അടുത്ത് എന്തൊക്കെയോ പരിപാടികളുണ്ട്, അതൊന്ന് പോയി നോക്കട്ടെ. ഇത് വലിയൊരു ജംഗ്ഷൻ കേട്ടോ ഇത്. എന്നാലും പാസ് ചെയ്യാൻ നമുക്ക് കാൽനട യാത്രക്കാർക്ക് ക്രോസ് ചെയ്യാൻ ഒരു പണിയില്ല. അതിനുള്ള സിഗ്നൽ, ആ സിഗ്നലിൻ്റെ സമയത്ത് നമ്മൾ ക്രോസ് ചെയ്താൽ മതി. എല്ലായിടത്തിലുള്ളത് അത് തന്നെ. അപ്പോൾ ഇവിടെ ആകെ 2 പേരാണ് ഇപ്പോൾ ഈ റോട്ടിൽ കൂടി നടക്കുന്നുള്ളത്. ഇന്ത്യയിൽ നിന്ന് വന്ന 2 ആളുകളാണുള്ളത്. കാരണം ആരും നടക്കണേ കാണില്ല, എല്ലാവർക്കും വണ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറവാണ് കേട്ടോ. അപ്പോൾ കാറുകളെ കൊണ്ടുള്ളൊരു കളിയാണ്. ബൈക്കും കാണാനില്ല. അപ്പോൾ നമ്മൾ പാവപ്പെട്ടവരോടുണ്ടെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിയിട്ടുണ്ടാവുന്ന, ബൈക്ക് വളരെ റയറേ കാണുന്നുള്ളൂ. ഈ റോട്ടിലൊന്നും ഇപ്പോൾ ഒറ്റ ബൈക്ക് പോലും കണ്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായിട്ടോ. ഇവിടെ ഇതുവരെ വെയിൽ വന്നില്ല. വെയിൽ വന്നാൽ കുറച്ച് ചൂട് കിട്ടുമെന്ന് കരുതി നോക്കുമ്പോൾ വെയിൽ ഇറങ്ങണില്ല. ഹോട്ടലിൽ നിന്ന് നോക്കുമ്പോൾ വളരെ അടുത്തായിട്ടാണ് നമ്മൾ ഈ ഫ്ലൈ വീൽ കണ്ടിരുന്നത്. ഇപ്പോൾ നടന്ന് നോക്കുമ്പോൾ 1-2 കിലോമീറ്റർ നമ്മൾ നടന്നു. ഇനിയിപ്പോൾ ഏകദേശം കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ ഫ്ലൈ വീലിൻ്റെ അടുത്ത് എത്തും. അപ്പോൾ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടോ. ഇതാണ് ഐക്കോൺ പാർക്ക്. ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് പാർക്കാണ് ഒർലാൻഡോയിലുള്ള, ഫ്ലോറിഡയിലുള്ള. 2015 ഇത് ഓപ്പൺ ചെയ്തത്. ഏകദേശം 20 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു അടിപൊളി പാർക്കാണിത്. 50-ൽ പരം അട്രാക്ഷൻസ് ഇവിടെ ഉണ്ട്. അതിലൊന്നുള്ളത് ഇത് ഈ മാഡം തുസാൻ വാക്സ് മ്യൂസിയം. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാച്യുവിലാണ് ഞാൻ ഫോട്ടോന് വേണ്ടി പോസ് ചെയ്യുന്നത്. പിന്നുള്ളത് ഇവിടുത്തെ ഒരു ഒബ്സർവേഷൻ വീലാണ്. 400 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ഒബ്സർവേഷൻ വീലുള്ളത്. അപ്പോൾ അവിടെ അതുണ്ട്. പിന്നുള്ളത് സീ ലൈഫ് അക്വേറിയം ഉണ്ട്, മിറർ മ്യൂസിയം ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് കയറണം. നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ കയറുന്നത് ഇല്യൂഷൻ ആ ഒരു ഏരിയയിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത് കയറണം. ഈ മ്യൂസിയത്തിലേക്ക് ഒന്നിച്ച് ഈ പാർക്കിലേക്ക് കയറണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. ഈ അട്രാക്ഷനിൽ എന്തെങ്കിലും കയറണമെങ്കിൽ മാത്രം നമ്മൾ അതിൻ്റെ ഫീ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ആ ഇല്യൂഷൻ അതിൻ്റെ സെക്ഷനിലാണ് ഉള്ളത്. അവിടെ ഇതാ ഒരു പയ്യൻ ഫാദറും ഇല്യൂഷനിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. വളരെ ഭംഗിയായിട്ട് വലിയ ഹൈറ്റിൽ ചാടി കയറുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷേ അവർ നിലത്താണ് കിടക്കുന്നത്. ഒരു മിററിൻ്റെ മുകളിലേക്കുള്ള ഇമേജാണ് നമ്മൾ ബാക്കിൽ കാണുന്നത്. ഇവിടെ കയറിയ സ്ഥിതിക്ക് ഞാനും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് നമ്മൾ പല ഇതിൽ കാണാറുണ്ട്. ഇതേമാതിരിയുള്ള വളരെ എൻ്റർടൈൻ ചെയ്യുന്ന പരിപാടിയാണ് ഇത്. മുകളിലേക്ക് കയറി പോകുന്ന മാതിരി. ശരിക്കും നിലത്തുനിന്ന് ഉരുണ്ടതാണ് ഞാൻ കേട്ടോ. പിന്നെ ഇത് നോക്കി, ഇത്രയും വലിയൊരു കമ്പ് അത് ഈ ഒരു ചെറിയ വളർന്നിട്ടുള്ളതിലൂടെ നേരെ പോകുന്നുണ്ടായിരുന്നു. ഇതിലിപ്പോ ഇത് രണ്ടും, ഇത് ചെറുതും ഇത് വലുതും അല്ലേ? നമുക്ക് ഇവിടെ സ്കെയിലുണ്ട്, ഇത് വെച്ച് നോക്കാം. ഇത് വെച്ച് നോക്കാം അതിൻ്റെ അളവ് ഇത്രയുള്ള. ഇത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഏറോ മാർക്കിൻ്റെ ഡിഫറൻസ് കൊണ്ടാണെന്ന് തോന്നുന്നത്.
ഒരു മിററിൻ്റെ മുന്നിൽ നിന്നാട്ടോ ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഒരാൾ തന്നെ ഒത്തിരി ആളുകളായിട്ട് കാണുന്ന ഒരു മിററിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഏത് പോസിലാണ് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അത്രയും ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പാണ്. ഐക്കോൺ പാർക്കിലെ മിറർ മേസ് എന്ന് പറഞ്ഞ ഒരു അട്രാക്ഷനിലാട്ടോ നമ്മളുള്ളത്. ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇതിലാണ് നമുക്ക് പുറത്തിറങ്ങേണ്ടത് എന്നുള്ള വഴി പോലും നമുക്ക് കാണില്ല. ചുറ്റും ഗ്ലാസ്സായിട്ട് പല വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി കണ്ടു. നമ്മളെ വഴി തെറ്റാനുള്ള വളരെ സാധ്യത ഉള്ളൊരു സ്ഥലമാണ്. വളരെ രസകരമായൊരു പരിപാടിയാണ് കേട്ടോ. സൂപ്പർ. ഒരു ബ്രിഡ്ജിൽ കൂടിയുള്ള യാത്രയാണിത്. അതിൻ്റെ ചുറ്റുള്ള ആ ഒരു ട്യൂബ് കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. അത് തല കറങ്ങാനും നമുക്കൊരു ബാലൻസ് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ഉള്ളൊരു സാധനമാണ്. ശരിക്കും പേടിക്കേണ്ട ഒരു സാധനം തന്നെ. ഇത് ശരിക്കും ഒരു വാൾ സ്റ്റിക്കറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് 3D എഫക്റ്റിലാണ് നമ്മളിത് കാണുന്നത്. ഓരോ ആംഗിളിലും നമ്മൾ പോയി നോക്കുമ്പോൾ പല ആ ഒരു 3D എഫക്റ്റിലാണ്. അപ്പോൾ നമ്മളെ കണ്ണുകളെപ്പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഏറ്റവും രസകരം ഇതാട്ടോ, ഒരാൾ തന്നെ 6 ആളോട് ചീട്ട് കളിക്കുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുക. ഞാൻ തന്നെ 6 ആളോട് കളിക്കുന്നുണ്ട്. ഞാനും വിപിനും മാറി മാറി നോക്കി. വേറെ രസം, അടിപൊളി ഒരു സെറ്റപ്പാണ് കേട്ടോ ഇത്. ഈ ഐക്കൺ പാർക്കിലെ മെയിൻ അട്രാക്ഷനിലൊന്നാണ് ഈ ഫ്ലൈ വീൽ കേട്ടോ. 400 ഫീറ്റ് ഹൈറ്റിലാണ് ഇതുള്ളത്. ഇത് വേൾഡ് ലാർജസ്റ്റ് എന്നൊന്നും പറയാനില്ല, അത്യാവശ്യം ഹൈറ്റുള്ള ഒരു ഫ്ലൈ വീലാണിത്. ഇപ്പോൾ ഏകദേശം ഇവിടെ പാർക്ക് ഓപ്പണിങ് 11 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പം 1 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ലഞ്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ തിരഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. ഒത്തിരി ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് പറ്റിയ ഫുഡുകളൊക്കെ എവിടെയുള്ളത് നോക്കണ്ടേ. അപ്പോൾ അവിടേക്കൊന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട്. അവിടേക്കൊന്ന് പോയി നോക്കട്ടെ. അതൊരു റെസ്റ്റോറൻ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന എൻ്റെ ഫ്രണ്ട് കാണുന്നത് തന്നെയാണത്. ചെറിയ കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള എൻജോയ് ചെയ്യാനുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ എന്തായാലും ഒർലാൻഡോയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. കുട്ടികളൊക്കെ എൻജോയ് ചെയ്യാനുള്ള അടിപൊളി ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അവിടേക്കൊക്കെ നമ്മൾ പോകാൻ പോകുന്നേ ഉള്ളൂ. എൻ്റെ മുന്നിൽ കാണുന്ന ഈ ടിൻ റൂഫ് എന്നൊക്കെ പറയുന്നത് ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അവിടെ ലൈവ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഒരു പരിപാടികളാണ്. പിന്നെ ഇതേമാതിരി ചെറിയ ചെറിയ സുവനീർ ഷോപ്പുകളും ചെറുതായിട്ടുള്ള ഫുഡുകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് നമ്മളൊരു പൊട്ടറ്റോ റോള് വാങ്ങിച്ചു. ഇതാണ് നമ്മളെ ടിൻ റൂഫ്. അവിടെ ഒരു മ്യൂസിക് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി ഇംഗ്ലീഷ് പാട്ടുകളൊക്കെയാണ് അവർ ആലപിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്ര ദഹിക്കില്ല, എന്നാലും ഇംഗ്ലീഷുകാരൊക്കെ ഒത്തിരി ആൾക്കാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. അത്യാവശ്യം ഒരു ഇംഗ്ലീഷ് സ്റ്റൈല് ലഞ്ചൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മ്യൂസിക് ആയിരുന്നു കേട്ടോ. പക്ഷേ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു മാർഗ്ഗവും ഇല്ല. കോപ്പിറൈറ്റിൻ്റെ പരിധിയിൽ വരുന്ന മ്യൂസിക്കാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളെ വീഡിയോനെ അത് ബാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെതായ സാധാ മ്യൂസിക്കാണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച് കേട്ടോ. നാൻ പോലുള്ളൊരു സാധനം, പിന്നെ നമ്മളെ പപ്പടത്തിനെ അനുസ്മരിപ്പിക്കുന്ന പപ്പടം തന്നെ അതേമാതിരിയുള്ളൊരു സാധനം. ഇതൊക്കെ തന്നെ ഇവിടെ കിട്ടുള്ളൂ കേട്ടോ. മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെ ഇതൊക്കെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. ഒത്തിരി ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. കാരണം പാർക്കിലേക്ക് കയറാൻ നമുക്ക് പ്രത്യേകിച്ച് എൻട്രി ഫീ ഇല്ല. ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റിൽ കയറണമെങ്കിൽ മാത്രമേ ഫീ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, കാറിലൊക്കെ 4 സ്റ്റോറി കാർ പാർക്കിംഗ് ഉണ്ട് ഇവിടെ. അത് ഫ്രീ ആണ്. അഡ്വഞ്ചർ റൈഡുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാനിനി പോകുന്നത് ഇതിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വേൾഡ് ടോളസ്റ്റ് സ്റ്റാർ ഫ്ലയർ ആണ് ഇത്. 450 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ്. പിന്നെ ഇത് ഫുൾ സ്പീഡിൽ ഇത് സിങ് ചെയ്യുമ്പം 35 ഫീറ്റ് അകലത്തൂടെയാണ് നമ്മളുടെ ആ ബക്കറ്റ് കറങ്ങുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് കൗണ്ടറാണിത്. ഇവിടെ നമുക്ക് ഇതേമാതിരി ഒരു ബാൻഡൊക്കെ കെട്ടിത്തരും. പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു സാധനവും നമുക്ക് ആ ഫ്ലയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ക്യാമറയൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ട്, ഇവിടെ ഒരു സ്ട്രോങ് റൂമുണ്ട്, അതിൽ നമുക്ക് വെച്ചിട്ട് പോകാൻ പറ്റും. പിന്നെ നമുക്കിത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇവരൊരു ക്യാമറ, ഒരു കുഞ്ഞൻ ക്യാമറ നമുക്ക് തരും. അതിന് എക്സ്ട്രാ പൈസ ഉണ്ട്. $10 അതിൻ്റെ ചാർജ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷ്വലും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ.
നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതിലിപ്പോൾ ഈ ഒരു ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാവുന്നൊന്നും അറിയില്ല. അതൊരു വെറൈറ്റി റൈഡാണ്. അത് രസമായിട്ട് കറങ്ങുന്നുണ്ടോ? ചെറുതായിട്ട് പേടിയാവൂലേ? ഇപ്പൊ പക്ഷെ ശരിയായി പോയി. ആകാശമൊക്കെ അതിൽ പേടിക്കുന്നു. അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആട്ടോ അത്. ഏറ്റവും ടോപ്പിൽ എനിക്ക് തോന്നുന്നത് ഒരു 10-60 മീറ്റർ ടോപ്പിൽ പോയിട്ടാണ് വരുന്നത് നമ്മൾ കേട്ടോ. ഒരുവിധം നമ്മൾ റൊണാൾഡോ സിറ്റി മൊത്തം കാണാം ഇതിൻ്റെ മുകളിൽ പോയാൽ. അടിപൊളി. ഇത് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ നമുക്ക് ഈ സിറ്റിയുടെ മിക്കവാറും ഭാഗങ്ങൾ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്ന മാതിരി നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ക്യാമറ കയ്യിൽ ബാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പം നല്ല ഹൈറ്റിലെത്തുമ്പോൾ അത്യാവശ്യം പേടിയും വരും. അപ്പോൾ ക്യാമറ എങ്ങനെ പിടിക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഡൗട്ട് അതുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും ഇത് അടിപൊളി എക്സ്പീരിയൻസ്. $25 ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് പ്ലസ് $10 നമുക്ക് ക്യാമറയ്ക്കുള്ള ചാർജ്. അപ്പോൾ 2 ആൾ കയറുമ്പോൾ ഒരാൾക്കുള്ള ക്യാമറ. പിന്നെ ഈ എത്രയാളാണ് വരുന്നത് അത്രയാൾക്കുള്ളതാണ്. കാരണം ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾ 2 ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 11 ബക്കറ്റും കാലിയാണ്. $150 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഐക്കോൺ പാർക്കിനോട് ചേർന്നുള്ള റിസോർട്ടിൽ 3 ദിവസം താമസം കിട്ടും. അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് അവിടെ കാണുന്നത്. ഐക്കോൺ പാർക്കിൽ നമ്മൾ പുറത്തിറങ്ങി ചുറ്റുവട്ടത്തിലുള്ള ടൗണൊക്കെ ഒന്ന് കാണാമെന്നുള്ള. നേരെ മുന്നേ തന്നെ ഇതൊരു സ്മോക്ക് ഷോപ്പ്. സ്മോക്കായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളിലെല്ലാം ഇവിടെ കിട്ടും. ഈ വേപ്പ് കിട്ടും, പിന്നെ അതേമാതിരിയുള്ള എല്ലാ സാധനങ്ങളും തന്നെ. അപ്പോൾ അത്രയും ആ ഒരു ഷോപ്പിലുള്ള ഇതുണ്ടല്ലോ, ഇതൊക്കെ വേപ്പാണ് സാധനങ്ങൾ. അപ്പോൾ റീഫിൽ ചെയ്യേണ്ടത് 1 ടൈം യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ. നമ്മൾ ദൂരെ ഏതാ നമ്മളെ വീല് കാണാം. നമ്മളത് നാളെയാണ് കേട്ടോ അതിൽ കയറുന്നത്. നാളേക്കുള്ള ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടില്ലേ, ഒരു മൂല താഴ്ന്നു പോയത് മാതിരി ഉണ്ടാവും അത് കാണുമ്പോൾ. ശരിക്കും അത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫ്ലാറ്റ് സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനത്തെ ഒരു ടൈപ്പിലാണ്. പിന്നെ സൈഡൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് ഗാർഡൻ ചെയ്തിരിക്കുന്ന റോഡ് സൈഡൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. സിഗ്നലൊക്കെ പ്രോപ്പർ സിഗ്നൽ, അതിന് കണക്കായിട്ട് വാഹനങ്ങളൊക്കെ വന്ന് നിൽക്കുന്നത് കാണാം. ഈ ഏരിയയിലേക്ക് നോക്കിയാൽ ഒരൊറ്റ ബൈക്ക് പോലും ഇവിടെ എവിടെയും കാണില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇതുവരെ ഇവിടെ ഒരു ബൈക്ക് കണ്ടില്ല. അതാണ് അമേരിക്കയുടെ സ്ഥിതി കേട്ടോ. സമയം ഏകദേശം സന്ധ്യയുടെ അടുത്ത്. അപ്പുറത്ത് അതൊരു മാക്ഡൊണാൾഡിൻ്റെ കട കാണാം. അപ്പോൾ ഇന്നത്തെ ഫുഡ് നമുക്ക് ഡിന്നർ എന്താണെന്ന് നോക്കണം, തീരുമാനിച്ചില്ല. അങ്ങനെ നമ്മളെ നടത്തത്തിൽ ഇത് സൈഡിൽ ഇതൊരു ക്രോക്കഡൈൽ പാർക്ക് കിട്ടും. ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ക്രോക്കഡൈലാണ് ഈ മുന്നിൽ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വലിയ വലിയ മുതലകളുണ്ട്. അതിൽ പാർക്ക് ടിക്കറ്റ് എൻട്രിയാണ്. നമ്മൾ മുതലകളെയൊക്കെ കുറേ കണ്ടതുകൊണ്ട് അതിനുള്ളിലേക്ക് കയറി. ഇവിടെ തന്നെ അത്യാവശ്യം കാണാനുണ്ട് സാധനങ്ങൾ. ഒരുപടി മുതലകളെ കാണാം നമുക്കിവിടെ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉള്ളിൽ കയറാം നമുക്ക്. ബാർഗെയിൻ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് അതവിടെ കേട്ടോ. ഇതാണ് ബാർഗെയിൻ പ്ലാനറ്റ്. ശരിക്കും സുവനീർ ഷോപ്പാണ്. നമ്മളതിൻ്റെ അകത്ത് കയറി നോക്കി. അപ്പം ഇപ്പോഴേ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചാൽ നമുക്ക് ഇനി ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതല്ലേ. അപ്പോൾ അവിടെ നിന്നൊന്നും നമ്മളൊന്നും പർച്ചേസ് ചെയ്തില്ല. വളരെ കളർഫുള്ളായിട്ടുള്ളൊരു സിറ്റി കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റിന് പോലും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ഇതിൻ്റെയൊക്കെ ഇത്രയും ഭംഗി കൊടുക്കുന്നത് ഓവർഹെഡ് ലൈനുകളില്ല എന്നുള്ളതാണ്. ടെലിഫോൺ ആയാലും ഇലക്ട്രിസിറ്റി ആയാലും ഒരൊറ്റൊന്നും ഓവർഹെഡ് ലൈനില്ല. ഐസ്ക്രീം പാർലറാണ് അത്. ഐസ്ക്രീമിൻ്റെ മാതിരി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ നമ്മൾ ഇതുവരെ കയറിയില്ല. ഇനി കയറാൻ ഇഷ്ടംപോലെ സമയം കിടക്കില്ലേ.
സുന്ദരമായ ഒരു പക്ഷി എന്തൊക്കെയോ നിലത്തുനിന്ന് കൊത്തിയെടുത്ത് തിന്നുന്നത് കാണാം. അപ്പം ആരെയും പേടിയൊന്നുമില്ല, എത്ര ഇരുപത്തി വരെ വേണമെങ്കിൽ പോകാം. സമയം ഇപ്പോൾ ഇവിടെ വൈകിട്ട് ഒരു 5:45 ഏകദേശം ഇരുട്ടി തുടങ്ങി. ഇവിടെ സൂര്യനൊക്കെ അസ്തമിക്കുന്നത് കാണാം അവിടെ. അപ്പോൾ ഇവിടെ പെട്ടെന്ന് നേരം വെളുക്കാനും താമസിക്കും, വേഗം ഇരുടാവുകയും ചെയ്യും. അതാണ് ഈ അമേരിക്കയിലുള്ളൊരു പ്രത്യേകത എന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഒർലാൻഡോയിലാണ് ഉള്ളത്. ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ ഇവിടുത്തെ സമയം 6 മണി ആയിട്ടേ ഉള്ളൂ. പുറത്ത് ടെമ്പറേച്ചർ 10 ഡിഗ്രിയാണ്. അപ്പോൾ അധികം ഒരുപാട് സമയം പുറത്ത് കറങ്ങിയില്ല. ആ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത തണുപ്പുണ്ട് ശരിക്കും. നല്ല കാറ്റൊക്കെ വരുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കുറേയൊക്കെ ഭാഗങ്ങളൊക്കെ കറങ്ങി. ഇപ്പോൾ തിരിച്ച് വരുമ്പോൾ ഡിന്നറായിട്ട് KFC കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ്.